ഉറക്കം വരുന്നില്ലമ്മേ. ഉറക്കം വരുന്നില്ലേ? കിടക്കാൻ നേരത്തെ പ്രാർത്ഥിച്ച് മനസ്സ് സ്വസ്ഥാക്കി കിടക്കണം നമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ? പ്രാർത്ഥിച്ചാലൊന്നും ഈ അവസ്ഥയിൽ എന്റെ മനസ്സ് സ്വസ്ഥമാവില്ലമ്മേ. എന്താ ആലോചിക്കുന്നത്? എന്താ എന്റെ പൊന്നുമോളുടെ ടെൻഷൻ? ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞ അമ്മ ഇത് മുത്തശ്ശിയോട് പറഞ്ഞു മാറ്റിക്കോ? എന്താ മോളെ? അമ്മേ, ഇത്രയ്ക്ക് തിരക്ക് പിടിച്ച് കല്യാണത്തിന്റെ തീയതി ഒന്നും നിശ്ചയിക്കണ്ട. അതെന്താ മോളെ? മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയ്ക്ക് തിടുക്കത്തിൽ വേണ്ടെന്നാ ഞാൻ അർത്ഥമാക്കിയത്. അതിപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ മോളെ? ഇനി കല്യാണം അധികം നീട്ടിക്കൊണ്ടുപോകാൻ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറ്റില്ലമ്മേ, എനിക്ക് കുറച്ച് സമയം വേണം. എന്താ മീനാക്ഷി ഇങ്ങനൊക്കെ പറയുന്നത്? അമ്മയുടെ തീരുമാനം എന്നൊക്കെ പറയുന്നത് വെട്ടൊന്നും മുറി രണ്ടെന്ന് പറയുന്ന പോലെയാ. ഒരു കാര്യം തീരുമാനിച്ചാ അത് നടപ്പാക്കിയേ പറ്റൂ. അമ്മേ, ഒരാളുടെ മുന്നിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കണ്ട എന്റെ മനസ്സും കൂടി എല്ലാവരും മനസ്സിലാക്കണ്ടേ? നിന്റെ മനസ്സിനിപ്പോ എന്താ ഇത്രയ്ക്ക് കുഴപ്പം? അത് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും. ഞാനും നിന്റെ പ്രായത്തിലൂടെ കടന്നു വന്നത്. മോളെ, നീ നഗരത്തിലെ വളർന്നെങ്കിലും തറവാട്ടിലെ കുട്ടികളെ പോലെ, അതായത് തനി ചെമ്പകമംഗലത്തെ കുട്ടി. കല്യാണമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചില നാട്ടിൻപുറത്തെ കുട്ടികൾക്കുണ്ടാകുന്ന പേടിയും ടെൻഷനും ഒക്കെ നിനക്കുണ്ട്. അതൊക്കെ കഴുത്തിൽ താലി വീഴുമ്പോ അങ്ങ് മാറിക്കോളും. ഇതെന്താ അമ്മയ്ക്ക് മോൾക്കൊന്നും ഉറക്കമില്ലേ? ഉറക്കമില്ലാത്തത് അമ്മയ്ക്കല്ല, ദേ ഈ മകൾക്കാ. ഓഹോ, എന്താ മകളെ പ്രശ്നം? മീനാക്ഷിക്ക് ഇത്ര തിടുക്കത്തില് കല്യാണമൊന്നും വേണ്ടെന്ന്. ഇതാണോ പ്രശ്നം? ഇതൊക്കെ പഴയകാല നമ്പറുകളല്ലേ മീനാക്ഷി? കേട്ട് കേട്ട് ക്ലീശയായ നമ്പറുകൾ. പുതിയ നമ്പറുകൾ വല്ലതും ഇറക്ക്, ചിരിക്കാം. ACPയോട് ആ സത്യം തുറന്നു പറഞ്ഞാലോ? എല്ലാം ക്ലിയർ ആവാതെ എങ്ങനെ പറയും? മാത്രമല്ല ACP ആകെ തകർന്നു പോവും. എന്താ മീനാക്ഷി ആലോചിക്കുന്നത്? എന്തായാലും കല്യാണം ഉടനെ ഉണ്ടാവില്ല, ഒരാഴ്ച കഴിഞ്ഞേ ഉണ്ടാവും. ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യം തൽക്കാലം പിൻവലിച്ചിരിക്കുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ. മീനാക്ഷി, എന്തായാലും അവള് പറഞ്ഞത് നുണയൊന്നുമല്ല. പാവത്തിന് നല്ല ടെൻഷനുണ്ട്. അവളുടെ സങ്കടത്തിന്റെ കാര്യം എന്താണെന്ന് അമ്മയ്ക്കറിയോ? അച്ഛനെ കുറിച്ച് ഓർത്തുള്ള സങ്കടം. അച്ഛനില്ലാതെ കല്യാണം നടത്തുന്നതിൽ സ്വാഭാവികമായും അവൾക്ക് ദുഃഖം ഉണ്ടാവില്ല അമ്മേ. അതിനെന്ത് ചെയ്യും മോനെ? ശ്രമിച്ച കല്യാണ ദിവസം അങ്കിളിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ മുത്തശ്ശി സമ്മതിക്കോ? എന്താ നോക്കുന്നത്? ഒന്നുമില്ല. എന്റെ പ്രണയിനിയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പേ എനിക്ക് നിന്നെക്കുറിച്ച് ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു. എന്ത് സങ്കല്പമാ? ഇവൻ എൻ്റെ പെണ്ണിനോട് മുഴിഞ്ഞ റൊമാൻസിലാണല്ലോ. താലി കെട്ടിയതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു. അല്ലാതെ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടിരുന്നെങ്കിലേ 2 കാടി ഞാൻ തല്ലി ഓടിച്ചാന്.
പല സങ്കല്പങ്ങളും ഉണ്ട്. അതിലൊന്ന് എന്നോടിങ്ങനെ ചേർന്ന് നിന്ന് എൻ്റെ യൂണിഫോമിൻ്റെ ബട്ടൺസ് ഇട്ട് തരുന്നത്. ബട്ടൺസ് ഇട്ട് തരുമോ? മഹാദ്രോഹി. അവളുടെ പുരുഷനായ ഈ എൻ്റെ മുന്നിൽ വെച്ച് ഇവനെന്താ പ്രണയഭ്രാന്ത് പിടിപെട്ട ചിമ്പാൻസിയാ? എന്നിട്ട് ഇത് കഴിഞ്ഞ് ഹാറ്റ് എടുത്ത് എൻ്റെ തലയിൽ വെച്ചേരണം. പിന്നെ നിന്റെ തലയിലേക്ക് ഒരു കിൻഡലിൻ്റെ അരിച്ചാക്കെടുത്ത് ഞാൻ വെച്ച് തരാടാ, ദ്രോഹി. എൻ്റെ പെണ്ണിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തുന്നതിന് നിന്നോട് ദൈവം ചോദിച്ചോളാം. ഇത്രയേറെ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ എനിക്ക് തന്നതിന് ദൈവത്തിന് നന്ദി. ഇനി ഓഫീസിലിരുന്ന് എൻ്റെ മൈഥിലിയെ ഓർക്കാൻ ഈ കവിളത്ത് യൂസ്ലെസ് ഫെലോ. ഇവൻ്റെ ഓഫീസിൽ ഒരു തൊഴിലും ഇല്ലേ? പശുവിനെ പോലെ ഇതൊക്കെ അയവിറക്കലായിരിക്കും പണി. ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേട്. എന്ന് ഞാൻ പോയിട്ട് വരട്ടെ തങ്കം. അയ്യേ, ഇവനിവളെ തങ്കമെന്നാണ് വിളിക്കുന്നേ. എന്താ പിന്നെ തങ്കമ്മയെന്ന് വിളിച്ചൂടെ? ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കാം. മൈഥിലി, ഇവനാര്? മലരമ്പനും? പ്രണയം സുനാമിയായിട്ടങ്ങ് വീശുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴുത്തില് മിന്നു കിട്ടിയവനല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അതും ഒരു ശരിയാ. ഈ മരം കുടഞ്ഞ കെട്ടിപ്പോയില്ലേ. എന്തായാലും എൻ്റെ പൊന്ന്, അവനെന്താ വിളിച്ചേ? തങ്കോന്നോ?
അത് പലതും വിളിക്കും. ആ അവൻ പോലീസാ. ഓമന റാസ്കലേന്ന് വരെ വിളിച്ചു കളയും. എനിക്കിത് മടുത്തടാ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി. ഏതായാലും കുറച്ച് ദിവസം കൂടെ നീ ഒന്ന് ക്ഷമിക്കും. നിന്നെ ഉപദ്രവിച്ചതിനൊക്കെ തിരിച്ച് പണി കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് മുങ്ങും. വാ. Hey driver, stop. Go reverse. Stop. ചേട്ടാ, എത്ര ഇത്? പറയൂ, എനിക്കിത് വേണം. എത്ര ഇതിന് വാങ്ങുന്നത്? 500. താങ്ക് യു. അങ്ങനെ പലർക്കും അറിയില്ലെങ്കിലും സംഭവബഹുലമായൊരു പ്രണയകഥയിലെ നായികമാരാ നമ്മൾ. ആ, എൻ്റെ കടിഞ്ഞൂൺ പ്രണയകഥയിലെ വില്ലൻ രാകേഷ് മേനോൻ എന്ന് പറയുന്ന നിന്റെ തന്ത കാലിക്കാലന അയാള്. ആ, എൻ്റെ ഡാർലിങ്ങിൻ്റെ തന്തയായി പോയതുകൊണ്ട് ആ മഹാദ്രോഹിയെ ഞാൻ വെറുതെ വിട്ടല്ലേ. അയാളുടെ ഗുണ്ടകൾ വന്ന് എൻ്റെ ഈ തലമണ്ട അടിച്ച് തകർത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിന്റെ ഈ വയറ്റ് കിടക്കുന്ന കുഞ്ഞ് എൻ്റെ ആവുമായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു കുന്നും പുറത്തെ മാളികയിൽ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിന്റേതായിരുന്നെങ്കിൽ നീ ആ കുട്ടിക്ക് എന്ത് പേരിടുമായിരുന്നു? പെൺകുട്ടിയായിരുന്നെങ്കിൽ മൈഥിലിയുടെ മറ്റൊരു പേരായ വൈദേഹി എന്നിടും. ഇനി കുട്ടി ആണാണെങ്കിൽ ആഷാഡ് എന്നിടും. വൈശാഖിന്റെ അടുത്ത പേരാ ആഷാഡ്. അല്ല, അവർക്ക് ഓമന പേരില്ലേ? ഈ വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ? അത് ഇനിയിപ്പോൾ കുട്ടി പെണ്ണാണെങ്കിൽ ടക്കട് ഗുണ്ടു എന്ന് വിളിക്കും. ഇനിയിപ്പോൾ ആണാണെങ്കിലേ ഡിമാലി ഗുണ്ടു എന്ന് വിളിക്കും. ആ, നമ്മുടെ പ്രേമകഥ അതിൻ്റെ ക്ലൈമാക്സിലോട്ട് കടക്കുക. നമുക്കനുകൂലമായൊരു കിഴക്കൻ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക.
കണ്ട പെണ്ണിന്റെ സ്ത്രീധന തുകയും അടിച്ചുകൊണ്ട് നമ്മൾ ഈ ചെമ്പകമംഗലം അങ്ങ് വിടും. എന്നിട്ട് വല്ല കർണാടകയിലും പോയി മൈസൂർ രാജാക്കന്മാരെ പോലെ അങ്ങ് ജീവിക്കും. ആരാ? ആ കാർത്തിക. ഹോ, ഇവന്റെ ഒരു ശല്യം സഹിക്കാൻ വയ്യല്ലോ. 10 കൊച്ചു വർത്തമാനം പറയാൻ പോലും ഈ ബ്ലഡി ഫുൾ സമ്മതിക്കില്ല. 10 തലയുള്ള രാവണനെ ഒതുക്കാം, പക്ഷെ ഇവനെ എങ്ങനെ ഒതുക്കും? എടുക്കട്ടെ. എടുക്ക്. അതെ, കൂടുതൽ റൊമാൻസിനൊന്നും നിൽക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഹലോ കാർത്തി. മൈഥിലി, എന്തോ? ഞാനൊരു ഫോട്ടോ നിനക്ക് അയച്ചിട്ടുണ്ട്. നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടുള്ളതാ. നീ ഒന്ന് നോക്കിയേ. ശരി കാർത്തി. എന്താ? എനിക്കൊരു ഫോട്ടോ അയച്ചിട്ടുണ്ടത്രേ. കുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന്. അതിന് കുട്ടി ജനിച്ചിട്ടില്ലല്ലോ. അല്ല, ഇവന് വട്ടുണ്ടോ? എന്തായാലും നോക്ക്. അയ്യേ, ഇതെന്താ ഈ ഉണക്കപ്പാവ? കുട്ടിക്ക് മേടിച്ചതാണത്രേ. അല്ല മൈഥിലി, ഈ പരമ ബോറിന് നീ എങ്ങനെയാ സഹിക്കുന്നേ? സഹിച്ചല്ലേ പറ്റൂ. തലവേദി. നീ ഇങ്ങനെ വിഷമിക്കാതെ. ഇനി കുറച്ച് ദിവസം കൂടി നമ്മുടെ സ്വപ്നങ്ങൾ പൂണിയാൻ. മോളാകാന് അച്ഛനെ ഏറെ ഇഷ്ടം. ഇഷ്ടം പറഞ്ഞേ ഉള്ളൂ കേട്ടോ. മോനാണെങ്കിലും മോളാണെങ്കിലും അച്ഛൻ്റെ പൊന്നോമനെയാ. അച്ഛനിങ്ങനെ കാറിൽ പോകുമ്പോൾ അടുത്ത് കൂടെ ഇരിക്കും, അല്ലേ? വൈശാഖേ, നീയായിരുന്ന? നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ എന്തിനാ ഇങ്ങനെ മിണ്ടുമ്പോ പേടിക്കുന്നേ? പിന്നെ ഓർക്കാപ്പുറത്ത് പുറകിൽ വന്ന് കതിനെ പൊട്ടിക്കും പോലെ എടാ വൈശാഖേ എന്ന് വിളിക്കുമ്പോ ആരായാലും പേടിച്ചു പോവും.
നിനക്ക് പേടി ഇത്തിരി കൂടുതലാ. സാധാരണ കള്ളന്മാരാ ഇങ്ങനെ പേടിക്കുന്നെ. അതെ, ഞാൻ ആരുടെയും ഒന്നും കട്ടിട്ടില്ല. മൈഥിലി നാരായണൻ, മൈഥിലി തങ്കപ്പൻ, മൈഥിലി രാകേഷ് മേനോൻ, ഇത്ര മൈഥിലിമാരാ നിന്നോടൊപ്പം ഈ മാറിവാനീസിൽ പഠിച്ചത്. മാറിവാനീസിന്റെ ക്യാമ്പസിലെ മഹാഗണി മരങ്ങൾക്ക് താഴെ മൊത്തം മൈഥിലിമാരുടെ ഒരു പ്രളയമായിരുന്നു. മീനാക്ഷി, ഞാൻ പറഞ്ഞത് അത്രയും സത്യമാ. ആ, എനിക്കത്ര വിശ്വാസമായിട്ടില്ല. പാവന്റെ അമ്മയെ നിനക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്നെ പറ്റിക്കാൻ നിനക്ക് പറ്റില്ല. നിന്നെ വിശ്വസിപ്പിക്കാൻ എനിക്കറിയാം. എന്തെല്ലാം കള്ളത്തരങ്ങളാ. ആദ്യം പറഞ്ഞു മാളവികാന്ന്, പിന്നെ പറഞ്ഞു ജൂലിന്ന്, ഒടുവിൽ പറയുന്നു മൈഥിലിന്ന്. വെറും മൈഥിലി അല്ല, മൈഥിലി നാരായണൻ. ദേ, ഇവളാണവൾ. ഏവൾ? മൈഥിലി നാരായണൻ. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഫോട്ടോ ചൂണ്ടിക്കാട്ടി ഇവള് മൈഥിലി നാരായണൻ എന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ എന്റെ തലയിൽ കളിമണ്ണല്ല. ഇത് തല വേറെയാ.